ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ ശിശുമരണം തടയുന്നതിന് വേണ്ടി നടപ്പാക്കിയ പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ ജനനി ജന്മരക്ഷാ പദ്ധതി. സർ, ഇത് വളരെ ഭാവനാസമ്പന്നമായി കൊണ്ടുവന്നെങ്കിലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം മൂലം ഇപ്പോൾ അത് വേണ്ട വിധം നടക്കുന്നില്ല സർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൽ അങ്ങ് പറഞ്ഞു ഗർഭാവസ്ഥയുടെ 3 മാസം തൊട്ട് കുട്ടിക്ക് 6 മാസം പ്രായമാകുന്നത് വരെയുള്ള 18 മാസമാണ് 1000 രൂപ പ്രകാരം ഈ പണം കൊടുക്കുന്നത്. സർ, ഇതിന് പോരായ്മകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പുനഃസംവിധാനം ചെയ്തുകൂടെ? ഇതൊരു കുട്ടിക്ക് 1 വയസ്സാകുന്നത് വരെ എന്ന രീതിയിൽ 24 മാസത്തേക്ക് 2500 രൂപ പ്രകാരം ഈ സ്ത്രീയുടെ അമ്മയുടെ കയ്യിൽ ഈ പണം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകണം സാർ. അമ്മയുടെ കയ്യിൽ തന്നെ പണം കിട്ടണം, എങ്കിലേ അമ്മയും കുഞ്ഞും ഈ പണം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പദ്ധതിക്ക് പോരായ്മ ഉണ്ടെങ്കിൽ ആ രീതിയിൽ കാലോചിതമായ ഒരു പുനഃസംവിധാനം ചെയ്തുകൂടെ സാർ? വേറൊരു സംഗതി ഉള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുണ്ടെന്ന് അങ്ങ് തന്നെ ഇവിടെ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തെന്നും പറയുന്നുണ്ട് സാർ. ഇതിൽ താഴെ തട്ടിൽ, ഇതിൽ വളരെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി, എന്നാൽ താഴെ തട്ടിൽ ഇതിൽ ഇതുപോലെ പലതും പറഞ്ഞ് ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന കുറേ ആളുകളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലാതെ ഇവരെ കയ്യിൽ തന്നെ കിട്ടണം സാർ. അപ്പോൾ അത്തരം ആളുകൾക്കെതിരെയുള്ള നടപടിയാണ് 5/10/2016 അങ്ങ് തന്നെ നൽകിയ മറുപടിയിൽ. സമയപരിമിതി മൂലം ഞാനത് വായിക്കുന്നില്ല. ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാർ, ഞാൻ ഇത് ഗവൺമെന്റുകളുടെ കാലാവധി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. ഈ അടുത്ത കാലത്ത് 3 മാസത്തിനുള്ളിൽ 4 ശിശുമരണങ്ങൾ അട്ടപ്പാടിയിൽ ഉണ്ടായിട്ടുണ്ട് സാർ. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് തുടരാതിരിക്കാൻ, അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. സർ, ഇതിലൊരു ദീർഘമായിട്ടുള്ള ചോദ്യമാണ്. എല്ലാറ്റിനും മറുപടി ഞാൻ ഡിബേറ്റിൻ്റെ ചർച്ചയിൽ പറയാം. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മെമ്പർക്ക് തന്നെ അറിയാലോ, ആദിവാസി മേഖല ഉൾക്കൊള്ളുന്ന അട്ടപ്പാടിയാണല്ലോ മണ്ണാർക്കാട്. സാർ, ഇത് ഒരു രൂപത്തിലും ഈ ആദിവാസി മേഖലയിലെ കുട്ടികളുടെ ഇൻഫൻറ്റ് ഡെത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആരോഗ്യവകുപ്പ് വളരെ ഫലപ്രദമായിട്ടാണ് ഇപ്പോൾ ഇടപെടുന്നത്. സാർ, ഇപ്പോൾ ഒരു 5 ദിവസത്തിൻ്റെ ഉള്ളിൽ സ്ക്രീനിങ് നടത്തി 2847. സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ അത് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്, അതുപോലെ തന്നെ JPHN ഡോക്ടർമാർ, ഇവരുടെയൊക്കെ ഒരു ടീമാണ്. അതിൽ ഹൈറ്റ്, വെയ്റ്റ്, അതുപോലെ തന്നെ ബോഡി മാസ് ഇൻഡെക്സ്, ഹിമോഗ്ലോബിൻ്റെ അളവ്, സിക്കിൾ ടെസ്റ്റ്, ദെൻ അയൺ സ്റ്റഡി, ഇതൊക്കെ നടത്തി സാർ. അപ്പം അതിൻ്റെ ഭാഗമായി 2847 പേരിൽ 1331 പേരുടെ റിസൾട്ട് ഇപ്പം വന്നു. അതിൽ ഒരു അപകടം കാണുന്നില്ല. കാരണം ആകെ 15 പേർക്ക് മാത്രമേ ഇതിൽ 10 mg കൂടുതൽ ഹിമോഗ്ലോബിൻ്റെ കുറവുള്ളൂ. അപ്പോൾ അതൊരു ആശങ്കയുള്ള ചിത്രമല്ല. നേരത്തെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ പ്രകാരം 4 മരണപ്പെട്ടിട്ടുണ്ട്. അത് പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ട് മരണപ്പെട്ടതേ അല്ല. ഒന്ന് അബോർഷനാണ്. അബോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് പ്രഗ്നൻ്റ് ആയത്, ഇപ്പോഴാണ് ഡെലിവറി ആയത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. 2 വാൾവിൻ്റെ തകരാറാണ്. അതും ഗർഭിണിയായത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ്, ഇപ്പോഴാണ് പ്രസവിച്ചത്. പ്രശ്നമില്ല, അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന് ഒരു എന്താണ് എന്താണ് സാർ, ഇത് ഞാൻ സാർ അബോർഷൻ ഡെത്താണെന്നല്ലേ പറഞ്ഞുള്ളൂ സാർ. സാർ, 4 മരണമുണ്ടായി എന്ന് പറഞ്ഞത് കറക്റ്റാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പോഷകാഹാരത്തിൻ്റെ കുറവല്ല. 4 മാസം കൊണ്ട് പ്രഗ്നൻ്റായി ഡെലിവറി ആകില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അതെ, അപ്പോൾ അതിൻ്റെ ഭാഗമായി മെമ്പർക്ക് തന്നെ അറിയാം. ഞാൻ അവിടെ വന്നു, മെമ്പർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ 2 പേരുമാണ് ഓണത്തിന് ആദിവാസി ഊര്, മൂലഗംഗ, വെച്ചുപതി, വെള്ളകുളം, ഇവിടെയൊക്കെ നമ്മൾ പോയി നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ഒരാൾക്കും പരാതിയില്ല. ഇപ്പോൾ സാറൊന്ന് ബഹുമാനപ്പെട്ട മെമ്പർ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്തിൻ്റെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്നതിൻ്റെ റേറ്റ് അറിയോ? 1000 പ്രസവം നടക്കുമ്പോൾ 40 എണ്ണം മരിക്കും, 44 എണ്ണം മരിക്കും. കേരളത്തിൻ്റെ ശരാശരി ആവറേജ് എത്രയാണെന്നറിയോ? 12. പറയട്ടെ, ഇത് ഞാൻ 12 പറഞ്ഞോട്ടെ, 12. അത് ആരുടെയെങ്കിലും നേട്ടമായിട്ട് ഞാൻ പറയുന്നുണ്ടോ? ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നതല്ലേ, ആരുടെയെങ്കിലും നേട്ടമായിട്ട് പറയുന്നുണ്ടോ? സ്റ്റേറ്റിൻ്റെത് സാർ 12. ആദിവാസി മേഖലയിൽ ബഹുമാനപ്പെട്ട MLA ക്ക് അറിയാം, 13 മുതൽ 31 വരെയായിരുന്നു മരണം.